ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ തയ്യാറാക്കി കൊടുക്കാന്നുണ്ടെങ്കിൽ പഴം കഴിക്കാത്ത കുട്ടികളും തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ഇതിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടലപ്പൊടിയാണ്. ഞാൻ ഇവിടെ 1/2 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പത്തിരിപ്പൊടി കേട്ടോ എടുത്തിട്ടുള്ളത്, വറുക്കാത്ത പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എനിക്കധികം മധുരം വേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് തിക്കായിട്ടും പോകരുത്, എന്നാൽ എന്താ പറയുക നന്നായിട്ട് അങ്ങ് ലൂസായിട്ടും പോകരുത് കേട്ടോ. ഈ ഒരു തിക്കിൽ വേണം, ഈ ഒരു ലൂസിൽ വേണം നമ്മളിത് എന്താ പറയുക ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. ഇനി നമുക്കിതിലേക്കുള്ള പഴം എടുക്കാം. ഞാൻ ഇവിടെ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അധികം വലിപ്പമൊന്നും ഇല്ല, ഞാൻ എടുത്തിട്ടുള്ള പഴം ചെറുതാട്ടോ. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല വലിപ്പമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ വീണ്ടും കട്ട് ചെയ്യൽ. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെയാണ് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. നല്ല വലിപ്പമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് 2 പീസായിട്ടാട്ടോ ചെയ്യൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവൻ പഴവും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഞാൻ ഇവിടെ പഴം മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പഴയ ഓരോ പീസും ഇതുപോലൊന്ന് ആ ഒരു ബാറ്ററിൽ മുക്കിയതിന് ശേഷം നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് പഴം ഒന്നിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. ഒരു 4 പീസെല്ലാം ഇട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ എല്ലാം ഒട്ടിപ്പിടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇതുപോലെ അത് നമ്മൾ എടുക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു പാത്രം ഒരുപാട് വലിപ്പം ഉള്ളതല്ല. അങ്ങനെ പഴം ഞാൻ ഇവിടെ തിരിച്ചും മറിച്ചോട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോട്ടോ. അങ്ങനെ നമ്മുടെ പഴയത് അവിടെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പഴവും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഇവിടെ മുഴുവൻ പഴവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ പഴംപൊരി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നമ്മളിതിൽ ദോശമാവോ അതുപോലെ തന്നെ എന്താ പറയുക ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് പൊങ്ങി വന്നിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷേ കാണാൻ ലുക്കില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.